കുറച്ചും കൂടെ എനർജി ആവട്ടോ. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട കായിക മന്ത്രി ജനീഷ്, ജില്ലാ കളക്ടർ ശിഖ, ഞാനൊരു വലിയ പ്രാസംഗികനൊന്നുമല്ല, അതുകൊണ്ട് ഭയങ്കര ഫോർമലായിട്ടുള്ള സംസാരം തന്നെയാണ് പ്രതീക്ഷിക്കരുത്. വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകര് നമസ്കാരം. ആദ്യം തന്നെ വളരെ അഭിമാനത്തോടു കൂടി ഇവിടെ ഇരിക്കുന്ന ഇന്നത്തെ ഈ എക്സലൻസ് അവാർഡിന് അർഹരായ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഒരു കയ്യടി കൊടുക്കണം, അല്ലേ? എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് ഏറ്റവും സന്തോഷകരമായി നിൽക്കുന്നത് അവരായിരിക്കും. കാര്യം സ്കൂളിൽ നിന്ന് ഒരു നല്ല അഭിപ്രായം കേട്ടാൽ പാരൻസിന് എത്ര സന്തോഷമാവുമെന്ന് എനിക്കറിയാം. അത് വളരെ കുറച്ച് എൻ്റെ പാരൻസിന് കിട്ടിയിട്ടുള്ളൂ. അത് പെരുമാറ്റത്തിനായാലും പഠനത്തിനായാലും ആവശ്യത്തിലധികം ഞാൻ എൻ്റെ പാരൻസിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ അവാർഡിന് അർഹരായ കുട്ടികൾക്ക് വേണ്ടി, പ്രിയപ്പെട്ട അനിയന്മാർക്കും അനിയത്തിമാർക്കും വേണ്ടി ഒരു വലിയ കയ്യടി. ഇന്ന് ഞായറാഴ്ചയല്ലേ, എന്തിനാണ് സീരിയൽ വെച്ചിട്ട് വിശക്കില്ലാതെ കയ്യടിക്കുന്നത്? ഈ എക്സലൻസ് അവാർഡിന് അർഹരായ കുട്ടികളുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയിട്ട് കൂടെ ഒരു കയ്യടി വേണം. കാരണം ഏറ്റവും കൂടുതൽ പ്രഷർ തരാൻ പോകുന്നത് ആ ചേട്ടനും ചേച്ചിക്കും അല്ലെങ്കിൽ ആ അനിയനും അനിയത്തിക്കുമായിരിക്കും. കുഴപ്പമില്ല, നിങ്ങൾക്കുള്ള സമയം ഇനിയുണ്ട്. എന്തായാലും മിനിസ്റ്ററുടെ എക്സലൻസ് അവാർഡ് എല്ലാ വർഷവും ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ഇവിടെ നടക്കും എന്നെനിക്ക് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരു ധൈര്യം കിട്ടി, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ വന്നു. പിന്നെ തീർച്ചയായിട്ടും മിനിസ്റ്ററെ പറ്റി കൂടി ഒരു വാക്ക് സംസാരിക്കണം. എനിക്ക് പ്രായം കൂടിയതാണോ അതോ ഒരു മിനിസ്റ്ററിന് പ്രായം കുറഞ്ഞു പോയതാണോ എന്നറിയില്ല. എന്നെ ആസിഫക്ക എന്ന് വിളിക്കുന്ന ഒരു മിനിസ്റ്ററിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഉറപ്പുണ്ട് യുവ നേതാക്കൾ നമ്മളെ മുന്നിൽ നിന്ന് നയിക്കണമെന്നുള്ള നമ്മളുടെ എക്കാലത്തെയും ആഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ ധൈര്യം തരുന്ന ഒരു കാര്യമാണ് ഇന്ന് സ്പോർട്സ് മിനിസ്റ്ററെ നമ്മൾ കാണുന്നത്. ഇത്രയും ചെറുപ്പക്കാരനായ, ഇത്രയും എനർജറ്റിക്കായ, ഈ നാട്ടിലെ ആരോട് ചോദിച്ചാലും അദ്ദേഹത്തിന് അറിയാം എന്ന് പറയുന്നത് തന്നെ വലിയൊരു അംഗീകാരമാണ്. പ്രിയപ്പെട്ട മിനിസ്റ്റർ, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഞാൻ ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പഠിച്ചു നേടിയതോ ഒന്നുമല്ല. എൻ്റെ കർമ്മപഥം, എൻ്റെ പ്രൊഫഷൻ, എൻ്റെ സിനിമയാണ് എനിക്ക് ഇന്നിങ്ങനെ ഒരു അവസരം തന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും കഴിവുണ്ടായി പഠിത്തത്തിൽ ഇത്രയും മുന്നോട്ട് നിൽക്കുന്ന, ഇത്രയും അംഗീകാരങ്ങൾ തേടി വന്ന നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങളെ ഇതിനേക്കാളൊക്കെ ഒരുപാട് മുന്നിലേക്ക് കൊണ്ടുപോകട്ടെ. ഒരുപാട് വലിയ സ്റ്റേജുകളിൽ വളരെ അഭിമാനത്തോടു കൂടി നിന്ന് നിങ്ങളുടെ അടുത്ത തലമുറയെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ, എത്രത്തോളം ആവേശമാർഗം കൊടുക്കാൻ പറ്റുമോ അത്രയും ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ ഇവിടെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണിത്. ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ തൃശ്ശൂരിലേക്ക് തിരിച്ചു പോകും. എൻ്റെ ഷൂട്ടിങ്ങിൽ ജോയിൻ ചെയ്യും. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ
MS. BA English Literature and Communication പത്താം റാങ്ക് നേടിയ ഫർഹ MS. BA English Literature and Communication പത്താം റാങ്ക് നേടിയ ഫർഹ MS. സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസിൽ 1299 മാർക്ക് നേടിയ ദേവാനന്ദ ദിനേശ്. കീം എഞ്ചിനീയറിംഗിൽ 3rd റാങ്ക് നേടിയ വിസ്മയ KR. MG യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ PhD 10th റാങ്ക് നേടിയ അമൃത K വിമൽ. Thank you, sir. നമ്മുടെ പ്രിയപ്പെട്ട ആസിഫലി സാറിന് സ്നേഹോപഹാരം നൽകുന്നതിനായി നമ്മുടെ മന്ത്രിയെ സ്വാഗതം ചെയ്യുന്നു.